ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞായറാഴ്ചയായിട്ട് ഓഫ് ഡേ ആയതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമുള്ള സ്പെഷ്യലിൻ്റെ പുറകെ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്കെല്ലാം എന്തായിരുന്നു സ്പെഷ്യൽ എന്നെല്ലാം കമൻറ്റിൽ പറയണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയതൊരു കല്ലുമ്മക്കായാണ്. 1 കിലോ കല്ലുമ്മക്കായ രാവിലെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെച്ചു. വൈകുന്നേരം അത്താഴത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിപ്പം വൈകുന്നേരം അതെടുത്ത് നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു നുള്ളു കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ടത് കുറച്ച് സമയം മൂടി വെച്ചു. അതിൽ അരപ്പെല്ലാം അതിൽ ഭംഗിയായി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാനത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ഇട്ട് ചൂടാക്കാൻ വെച്ച്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ മൂടി വെച്ച അരവെല്ലാം ചേർത്ത് മൂടി വെച്ച് കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു. അപ്പം നന്നായി ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു സവാളേൻ്റെ പകുതി, നമ്മളെ കല്ലുമ്മക്കായ ഇല്ല പോലെ നമ്മൾ സവാള എടുക്കൽ, പക്ഷേ എനിക്ക് അരമുറി സവാള മതിയായിരുന്നു. കാരണം ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, ബാക്കി നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അരമുറി സവാള മുറിച്ച് അതിൽ 2 പച്ചമുളകും കൂടെ ഇട്ട് ഈ ഫ്രൈ ആയി വരുന്ന കല്ലുമ്മക്കായയിലേക്ക് ഇട്ടു. അപ്പം അങ്ങനെ ഈ കല്ലുമ്മക്കായ ഫ്രൈ ആകുമ്പം നമ്മളെ സവാളയും കൂടെ അക്കൂട്ടത്തിൽ തന്നെ ഫ്രൈ ആയി വരും. അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചിക്കൻ മസാല പേസ്റ്റെല്ലാം ഉള്ളതുകൊണ്ട് ഈ നമ്മുടെ സവാളയും കൂടി ആകുമ്പം നല്ല ടേസ്റ്റാകും ഫ്രൈ ആയി വരുമ്പോൾ. അപ്പം അങ്ങനെ നല്ല ഫ്രൈ ആയി വന്നു. കുറച്ച് സാമ്പാർ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ കല്ലുമ്മക്കായ ഫ്രൈയും നമ്മൾ സാമ്പാറും കൂട്ടി അത്താഴം കഴിച്ചു, ചോറുണ്ടു. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യലുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നു എന്നുള്ളതൊന്ന് കമൻ്റ് ഇടണം, ലൈക്ക് അടിക്കണം, പിന്നെ ഷെയർ ചെയ്യണം, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തരണം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.